അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല നാടൻ നല്ല ടേസ്റ്റിൽ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തിട്ട് നല്ലതുപോലെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം എന്നാലേ ആ എരിവ് ഒക്കെ നല്ലതുപോലെ പിടിക്കത്തുള്ളൂ. ഉപ്പ് വേണമെങ്കിൽ ഇടുന്നവർക്ക് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കറിയിൽ ഉപ്പിടാം. ഞാൻ ബാക്കി കറിയിലാണ് ഉപ്പിടുന്നത്. അങ്ങനെ ഇത് ചിക്കൻ 1 മണിക്കൂറോളം ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണേ. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ നമ്മുടെ തനി ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കി നമ്മുടെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂണോളം ഇഞ്ചിയും 1 ടീസ്പൂണോളം വെളുത്തുള്ളിയും ചെറുതാക്കി ചോപ്പ് ചെയ്തരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ സവാള എടുക്കണേ. നല്ലതുപോലെ ചാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്നാലേ പെട്ടെന്ന് സവാള വാടി കിട്ടത്തുള്ളൂ. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ആ കാരമലൈസ് ചെയ്ത ഉള്ളിക്കകത്തോട്ട് ഒരു 1/2 തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് ബാക്കി പൊടിയും കൂടെ ചേർക്കാം. ഇപ്പൊ ഞാൻ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്തേക്കുന്നത്. മുളക് പൊടി ഞാനിപ്പം ചേർക്കുന്നില്ല, കാരണം നേരത്തെ നമ്മൾ ചിക്കനകത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി നല്ലതുപോലെ ഒന്ന് ചിക്കനുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലാസ് എല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ ഒരാവശ്യത്തിന് ഒരു 1/2 കപ്പോളം വെള്ളം, നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചാറ് അധികം വേണ്ടാത്തതുകൊണ്ട് 1/2 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ചിക്കനിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങും. ബാക്കി പിന്നെ ഒരു പിടിയോളം മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം ബാക്കി കുറച്ച് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒന്നും കൂടെ ഒന്ന് ആ തിളയ്ക്കുന്ന ചാറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, നമ്മളെ തനി നാടൻ ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പൊറോട്ടയാണെങ്കിലും ഒറോട്ടയാണെങ്കിലും ചോറാണെങ്കിലും. ഞാനിപ്പം ചോറും ചിക്കനും കൂടാണ് കഴിക്കാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചാറ് കുറച്ചാണ് വെച്ചേക്കുന്നത്. കൂടുതൽ വേണ്ടവർ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.